നമസ്കാരം. ചിലപ്പോൾ ഒരു ഫോൺ കോൾ മിസൈലുകളെക്കാൾ ശക്തമാകാറുണ്ട്. ചില മുന്നറിയിപ്പുകൾ യുദ്ധക്കപ്പലുകളെക്കാൾ ഭീഷണിയാകാറുണ്ട്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധവിമാനങ്ങൾ ഇരമ്പുമ്പോൾ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ടെഹ്റാനെയോ ടെലവീവിനെയോ അല്ല, വാഷിംഗ്ടണിനെയും ജെറുസലേമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നൂലിഴയാണ്. ആ നൂലിഴയുടെ മറുവശത്ത് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമാണ്. ഇന്ന് ചോദ്യം ഒന്ന് മാത്രം: ട്രംപിന്റെ വാക്കുകേട്ട് നെതന്യാഹു പിന്നോട്ട് പോകുമോ, അതോ പുതിയൊരു യുദ്ധത്തിന്റെ വാതിൽ തുറക്കുമോ? ഇസ്രയേൽ വെടിനിർത്തൽ കരാർ പാലിക്കുകയാണെന്നും എന്നാൽ ഇറാൻ വീണ്ടും ആക്രമിക്കാൻ മുതിർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. വൻ യുദ്ധത്തിന്റെ വക്കിൽ നിന്നും ഇരു രാജ്യങ്ങളും തൽക്കാലം പിൻവാങ്ങിയെന്ന പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ടെഹ്റാനിലെ ഭീകര ഭരണകൂടത്തിന് മേൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അവർ ആക്രമണം നിർത്തിയെന്നും അതിനാൽ നിലവിൽ ഇസ്രയേലും വെടിനിർത്തൽ പാലിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ ഇറാൻ വീണ്ടും ആക്രമിച്ചാൽ വൻ തിരിച്ചടി നേരിടേണ്ടി വരും. ഒരു വർഷം മുൻപ് ഇസ്രയേലിനെ ആണവ ബോംബുകൾ ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ പ്രതിരോധ ആക്രമണത്തിലൂടെ തങ്ങൾ തകർത്തതായും നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കില്ല എന്നും നെതന്യാഹു ആവർത്തിച്ചു. 10,000-കണക്കിന് ഭീകരരുമായി ഗലീലി ആക്രമിക്കാനും 1.5 ലക്ഷത്തോളം മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ നഗരങ്ങളെ തകർക്കാനും ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നു. ഹസൻ നസ്രല്ലയെ വധിച്ചുകൊണ്ട് ആ ഭീഷണിയും തങ്ങൾ ഇല്ലാതാക്കിയതായി നെതന്യാഹു അവകാശപ്പെട്ടു. ദക്ഷിണ ലെബനനിലെ ബ്യൂഫോർട്ട് റിഡ്ജിലുള്ള ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്കങ്ങൾ തകർക്കുന്നത് ഇസ്രയേൽ സൈന്യം തുടരുകയാണ്. ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയപ്പോഴാണ് ബെയ്റൂട്ടിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ താൻ ഉത്തരവിട്ടത്. ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഇറാന്റെ സൈനിക സാമ്പത്തിക കേന്ദ്രങ്ങളെ തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ നല്ല ചർച്ചകളെ ബഹുമാനത്തോടെയും നന്ദിയോടെയും കാണുന്നുവെന്ന് പറഞ്ഞാണ് നെതന്യാഹു പ്രസ്താവന അവസാനിപ്പിച്ചത്. ഇസ്രയേൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോയാൽ അമേരിക്കൻ പിന്തുണ നഷ്ടമാകുമെന്ന് ട്രംപ് നെതന്യാഹുവിന് സ്വകാര്യ ഫോൺ കോളിലൂടെ മുന്നറിയിപ്പ് നൽകിയെന്ന വാർത്തകൾ പുറത്തു വന്നതിനു പിന്നാലെയാണ് ട്രംപിനെ പറ്റിയുള്ള പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധം 4-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ഒരേ ലക്ഷ്യത്തിൽ നിൽക്കുന്നില്ല എന്ന സൂചന കൂടിയാണ് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ. ട്രംപിന്റെ ലക്ഷ്യം ഇപ്പോൾ സംഘർഷം നിയന്ത്രിച്ച ഒരു രാഷ്ട്രീയ ധാരണയിലേക്ക് എത്തുക എന്നതാണ്. എന്നാൽ നെതന്യാഹുവിന്റെ രാഷ്ട്രീയവും സുരക്ഷാ കാഴ്ചപ്പാടും ഇപ്പോഴും ഇറാനെതിരെ ശക്തമായ സമ്മർദ്ദം തുടരുക എന്നതിലാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ മുന്നിലുള്ള വഴി വളരെ സങ്കീർണമാണ്. ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ ആഭ്യന്തര വിമർശനം നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് സുരക്ഷാ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന ആരോപണം ഉയരും. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ആക്രമണം വ്യാപിപ്പിച്ചാൽ അതിന്റെ വില അതിലും വലുതാകാം. അമേരിക്കൻ പിന്തുണയിൽ വിള്ളൽ വീഴുന്നത് ഇസ്രയേലിന്റെ നയതന്ത്ര നിലപാടിനെയും സൈനിക കണക്കുകൂട്ടലുകളെയും ബാധിക്കും. കാരണം ഈ യുദ്ധം ഇന്ന് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല. ഹോർമൂസ് കടലിടുക്ക്, എണ്ണ വിപണി, പുതിയ ആക്രമണങ്ങൾ, ലെബനനിലെ ഹിസ്ബുള്ള സാന്നിധ്യം എല്ലാം ഒരേ ശൃംഖലയുടെ ഭാഗമാണ്. ഒരു തെറ്റായ തീരുമാനം പോലും പശ്ചിമേഷ്യയെ നേരിട്ടുള്ള ബഹുരാഷ്ട്ര യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രത്യാഘാതം എണ്ണവില മുതൽ ആഗോള സമ്പദ് വ്യവസ്ഥ വരെ പടർന്നു പിടിക്കും. അതുകൊണ്ട് ഈ നിമിഷം നെതന്യാഹുവിന് മുന്നിലുള്ളത് സൈനിക തീരുമാനം മാത്രമല്ല, രാഷ്ട്രീയ അതിജീവനത്തിന്റെ ചോദ്യം കൂടിയാണ്. ട്രംപിന്റെ വാക്കുകേട്ട് പിന്നോട്ട് പോകുന്നത് ഒരു തന്ത്രപരമായ പിൻവാങ്ങലായിരിക്കാം. എന്നാൽ ആ മുന്നറിയിപ്പ് അവഗണിക്കുന്നത് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയും അമേരിക്ക ഇസ്രയേൽ ബന്ധത്തിൽ അപൂർവമായ അകൽച്ച സൃഷ്ടിക്കുകയും ചെയ്യാം. ചരിത്രം പലപ്പോഴും തെളിയിച്ച ഒരു സത്യമുണ്ട്: എല്ലാ യുദ്ധങ്ങളും യുദ്ധഭൂമിയിൽ തോൽക്കണമെന്നില്ല. ചില യുദ്ധങ്ങൾ തോൽക്കുന്നത് സഖ്യങ്ങളുടെ മേശയിലാണ്. ഇന്ന് നെതന്യാഹുവിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇറാൻ അല്ല, തന്റെ ഏറ്റവും ശക്തനായ സഖ്യകക്ഷിയുടെ മുന്നറിയിപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ്. 5th ആനന്ദ് ടിവി ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.